സന്തോഷത്തോടെ ആയിരിക്കുക. ഇവർക്കൊക്കെ എന്നും അനുഗ്രഹമാകുക. അവരകത്തോട് ദൈവം പറഞ്ഞിരുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഇതുപോലെ ഒരു അനുഗ്രഹമാണ് അമ്മ ഒരു അനുഗ്രഹമാണ്. ഇനിയും അനുഗ്രഹമായി നിലകൊള്ളാൻ സാധിക്കട്ടെ. അതിന് തമ്പുരാൻ കരുത്ത് തരട്ടെ, അനുഗ്രഹം തരട്ടെ. പരിശുദ്ധ അമ്മ എന്നും കൂട്ടിനുണ്ടാവട്ടെ. ഇടവകയുടെ മധ്യസ്ഥനായ സന്തോഷിനാളിനും അങ്ങ് ആറ്റുപുറം പള്ളിയിലെ തോമാശ്ലീഹായും പിന്നെ തിരുക്കുടുംബത്തിന്റെ കാവൽക്കാരൻ പിതാവുക്ക് ഒപ്പമുണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. എലിസബത്തിന്റെ ആ സന്തോഷം മാതാവ് വന്നപ്പോൾ അമ്മയ്ക്കുണ്ടായതിന് വലിയ സന്തോഷമുണ്ടെന്ന് പറയേണ്ടത്. എന്നെ സന്ദർശിക്കാൻ എന്ത് യോഗ്യതയാടിയുള്ളേ എൻ്റെ മേരി, എനിക്കതിനുള്ള യോഗ്യതയൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ യോഗ്യതയുള്ളവർ തന്നെയാണെന്ന് മാതാവിനറിയാം. അതുപോലെ മാതാവിൻ്റെ സ്നേഹവും സാന്നിധ്യവും എന്നും കൂടെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ഒരു സായാഹ്നം എല്ലാവരുടെ പേരിലും, എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ പൂവത്തുശ്ശേരി ഇടവകക്കാരുടെ പേരിലും ഞാൻ നേരുന്നു. എൻ്റെ സഹോദരി പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിച്ചാലും. നൂറ്റാണ്ട് എന്ന് പറയുന്നത് 99 വെള്ളപ്പൊക്കം 1924 2 വയസ്സുള്ളപ്പോഴാണല്ലോ ആ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. അതിനോടനുബന്ധിച്ച് 2018 വെള്ളപ്പൊക്കത്തിലും ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ഞാൻ ഓർക്കുന്നു, ഒരു 100 വയസ്സ് കഴിഞ്ഞുള്ളവരെ കാണാനും അവരോട് സംസാരിക്കാനും അവരുടെ സാന്നിധ്യം അനുഭവിക്കാനും വേണ്ടി ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങളുടെ ഒരു അച്ഛൻ്റെ പിതാവ് അപ്പൻ 100 വയസ്സായി എന്ന് പറഞ്ഞ് ഞങ്ങൾ ആഘോഷിച്ചു. പക്ഷെ പിന്നീടാണ് മനസ്സിലാക്കിയത് 99 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 100 വയസ്സിന് മുമ്പ് അദ്ദേഹം ഭാഗ്യമരണം പ്രാപിക്കുകയും ചെയ്തു. അമ്മയുടെ 100 വയസ്സ് കഴിഞ്ഞപ്പോൾ അത് ആഘോഷിക്കാനായിട്ട് നമുക്ക് കോവിഡ് കൊണ്ട് സാധിച്ചില്ല. 91 വയസ്സായപ്പോൾ വീണ്ടും ഒരു മരണം ഉണ്ടായതുകൊണ്ട് എപ്പോഴും നടന്നില്ല. 92ാമത്തെ വയസ്സിൽ നമുക്ക് ഒരുമിച്ച് കൂടാനും ഈ സന്തോഷത്തിൽ പങ്കെടുക്കുവാനും അമ്മായിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ദൈവാനുഗ്രഹം നേരുവാനായിട്ട് കിട്ടിയ ഈ അവസരം വളരെ ഭാഗ്യപൂർണ്ണമാണ്, മഹത്തരമാണ്, സ്നേഹപൂർണ്ണമാണ്, നമുക്കെല്ലാം ഒരു അനുഭവമാണ് എന്ന് തന്നെ പറയണം. 2-3 വർഷം മുമ്പ് ഞാൻ അമ്മായി കാണാനായിട്ട് വീട്ടിൽ ചെന്നു. എന്നെ മനസ്സിലായ വിധത്തിൽ സംസാരിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയും അവസാനം വരെ എൻ്റെ കൂടെ ആയിരുന്ന ഒരു അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ ഓർക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ആഹ്വാനച്ചനെയും എന്നെ മാറി മാറി പോകുന്നത് പോലെ തോന്നി. എങ്കിലും വീണ്ടും എന്നെ കൂടെ ചെന്ന് വിളിച്ച് എൻ്റെ കൂടെ ഇരുന്ന് എന്നെ മുഴുവൻ നേരം കൂടെ ഇരുന്ന് വർത്താനം പറയാനായിട്ടൊക്കെ ഇപ്പോഴും തലകുലുക്കുന്നുണ്ട്. അമ്മായി ഒരു വലിയൊരു ഭാഗ്യമാണ്. നമുക്കറിയാം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ 6 മക്കളെ വളർത്തി. മേരി ചേച്ചി മരിച്ചുപോയി, എളിയനും അതുപോലെ തന്നെ പിന്നീടുള്ള ജോണി ചേട്ടനും നമ്മുടെ പോളക്സ് ചേട്ടനും ജോസ് ചേട്ടനും കൊച്ചുറസി ചേച്ചിയും സുരീതി സിസ്റ്ററും ഒക്കെ വളരെ നല്ല നിലയിൽ എത്തിച്ചേരുന്നു. ഒരു സന്യാസിനി ഈ കുടുംബത്തിൽ നിന്നുണ്ടാകുന്നു. അതും ചുടങ്ങവേരി SK സിസ്റ്ററിൻ്റെ ആ കോൺഗ്രിഗേഷനിൽപ്പെട്ട ഒരു കന്യാസ്ത്രീയായിട്ട് വളരെയധികം സേവനമനുഷ്ഠിച്ച ഒരു നേഴ്സായിരുന്നു. ഇപ്പോൾ പ്രായമുള്ള വൈദികരെയൊക്കെ ശുശ്രൂഷിക്കുന്ന ആ മഹനീയ കർമ്മത്തിലാണ് പങ്കെടുക്കുന്നത്. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു അവസരം തന്നെയാണിത്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ ചാവറേശൻ പറഞ്ഞ പോലെ ഒരു ദിവസം നമ്മൾ നന്മ ചെയ്യാത്ത ദിവസമുണ്ടെങ്കിൽ ദൈവം നമ്മുടെ പുസ്തകത്തിൽ എഴുതപ്പെടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ എല്ലാ ദിവസവും നന്മ ചെയ്ത് സ്നേഹിച്ച് മക്കളെ വളർത്തി മറ്റുള്ളവരെ വളരെ സംതൃപ്തമായ രീതിയിൽ പരിചരിച്ചൊക്കെ ഈ 102 വർഷം ജീവിച്ച അമ്മായി നമുക്കെല്ലാവർക്കും മാതൃക തരുന്ന ഒരാളാണ്, പ്രചോദനം തരുന്ന ഒരാളാണ്. ആ സാമീപ്യം തന്നെ നമുക്കൊക്കെ അനുഗ്രഹീതമാണ്. ദൈവത്തിൻ്റെ ഒരു ദാനമാണ് ഈ അമ്മായി. കുഞ്ഞോടി തിരിച്ചൻ 1999 മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ 1977 എൻ്റെ മൂത്ത സിസ്റ്റർ സുധീരയുടെ ബസ് സ്റ്റേഷനിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ കണ്ടു. അമ്മായി ഇതുപോലെ തന്നെയാണ് അന്ന് ഇരിക്കുന്നത്. അന്ന് കുഞ്ഞോടി തിരിച്ചനും ഓർഗനൈസേഷനും അമ്മായി എല്ലാവരും തന്നെ ആ ഫോട്ടോയിൽ കണ്ടു. വളരെ സന്തോഷം തോന്നി. ഇങ്ങനെ ഈ കുടുംബത്തിന് വിളക്കായിട്ട്, പ്രകാശമായിട്ട്, ഉപ്പായിട്ട് എല്ലാവരെയും സംതൃപ്തമായ രീതിയിൽ വളർത്തിയ അമ്മായിക്ക് എല്ലാവരുടെയും പേരിൽ ജന്മദിനാശംസകളും പ്രാർത്ഥനയും ദൈവാനുഗ്രഹം നേരുകയാണ്. ഞങ്ങളെ ഒരിക്കൽ കൂടി ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസകളും പ്രാർത്ഥനയും ദൈവകൃപയും അനുഗ്രഹം നേരുന്നു. ഞങ്ങളുടെ അമ്മാമയുടെ 102ാം ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര ദിനത്തിൽ അമ്മാമയുടെ മക്കളായ ഞങ്ങൾക്കും
മണവാളി കുടുംബത്തിനും മറ്റു എല്ലാവർക്കും ലഭിച്ച നന്മകൾക്കും നല്ല മാതൃകകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിന്റെ സന്തോഷവും സ്നേഹവും അനുഭവിച്ചുകൊണ്ട് ഇനിയുള്ള കാലം അനുഗ്രഹപ്രദമാക്കുവാൻ അമ്മാമയ്ക്ക് ആവശ്യമായ കൃപാവരങ്ങളാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മെ ജീവി നടത്താവശ്യയുടെ പ്രസാദവനം നമ്മളെല്ലാവരും സമ്പൂർണ്ണമാകട്ടെ.
ജന്മദിന ആഘോഷത്തിന് എത്തിച്ചേർന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് ജോസ് ചാച്ചന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള എൻ്റെ ബന്ധുമിത്രാദികളെ, പെൻഷൻ സുഹൃത്തുക്കളെ, നാട്ടുകാരെ, ഐഫ് മറിയം ദമ്പതികളുടെ മൂന്നാമത്തെ മകളായി 1922 ഫെബ്രുവരി 2-ാം തീയതിയാണ് ജനിച്ചത്. ആ മാതാപിതാക്കൾക്ക് 16 മക്കളുണ്ടായിരുന്നു. അതിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നത് 15ാമത്തെ റവറൻഡ് സിസ്റ്റർ റെഗുളാമയും 16ാമത്തെ മകനായ ശ്രീ പീറ്റർ പയ്യപ്പിള്ളിയുമാണ്. ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളവും ഞങ്ങൾ 6 മക്കളാണ്. ഒരാൾ ഈ കഴിഞ്ഞ ജനുവരി 23-ാം തീയതി നിര്യാതയായി എന്നുള്ള കാര്യവും കൂടി ഈ തരുണത്തിൽ അനുസ്മരിക്കുകയാണ്. അമ്മയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കാനായിട്ടുള്ള താല്പര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ സഹോദരി ST കോൺവെൻറ്റിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു സഹോദരിയുണ്ട്. അവസരത്തിൽ ഇവിടേക്ക് വരികയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ദിവ്യബലി അർപ്പിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സാവിയൻസത്തിന് പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ റവറൻഡ് സിസ്റ്റേഴ്സ് ST കോൺവെൻറ്റിലെ പ്രൊവിൻഷ്യൽ ഹൗസിൽ നിന്നും, അതുപോലെ തന്നെ ഇപ്പോൾ സിസ്റ്റർ സുദീപ്തിയുടെ കോൺവെൻറ്റിൽ നിന്നുള്ള 6 സിസ്റ്റേഴ്സ് ഇവിടെയുണ്ട്. ജന്മദിനത്തിൻ്റെ ആഘോഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികൾ വളരെ ദൂരെ നിന്ന് ഉള്ളവരുണ്ട്. എല്ലാവർക്കും കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. മാമയെ സംബന്ധിച്ച് ഏറ്റവും കഴിക്കാൻ ഇഷ്ടപ്പെട്ട വിഭവവും മധുരം തന്നെയാണ്. അപ്പോൾ നമുക്ക് ആ മാമയ്ക്ക് മധുരം കൊടുത്തുകൊണ്ട് കേക്ക് കട്ട് ചെയ്യുന്ന ആ നല്ല മുഹൂർത്തത്തിലേക്ക് കിടക്കാം. മണവാളൻ താരമാണേ പയ്യപ്പിള്ളി പുത്രിയാണേ, മണവാളൻ താരമാണേ ഉള്ളം നിറഞ്ഞ സ്നേഹവും നമ്മിൽ പകർന്നിടും, തിരുനാളിൻ മൊഴിഞ്ഞ വാക്കുകൾ നമ്മിൽ തെളിച്ചിടും. പയ്യപ്പിള്ളി പുത്രിയാണേ മണവാളൻ താരമാണേ.
അറിയിച്ചുകൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്തവർ വിഷസ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. അവരുടെ വിഷസിൻ്റെ വീഡിയോസും കൂടെ നമുക്ക് കാണാം. 2 വാക്ക് അമ്മാമ്മയെക്കുറിച്ച് പറയണം എന്ന് പറയുമ്പോൾ എനിക്ക് അധികം അങ്ങോട്ട് ചിന്തിക്കേണ്ടതായിട്ട് വന്നില്ല. അമ്മാമ്മയുടെ എല്ലാം സ്പെഷ്യലാണ്, എന്നെ സംബന്ധിച്ച് എല്ലാം സ്പെഷ്യലാണ്. അമ്മാമ്മയുടെ ക്യാരക്ടർ വൈസ് പല ആസ്പെക്റ്റിൽ. ഇപ്പോൾ നമ്മൾ തുടക്കം തുടങ്ങി എടുത്തിട്ടുണ്ടെങ്കിൽ അമ്മാമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്താൽ അതൊരു ഫാൻസി നമ്പറാണ്, 2/2/22. അപ്പോൾ ഈ പേപ്പർ സ്റ്റാറല്ലേ കണ്ടിട്ടുള്ളൂ. പണ്ട് കാലത്ത് ഈ വഴുവ വെച്ചിട്ടുള്ളൊരു സ്റ്റാറുണ്ട്, അത് നമുക്ക് എന്നാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് പറഞ്ഞു. വഴുവ വെട്ടി അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയില്ല. ഞാൻ ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറയാം. ഒരു കുറഞ്ഞതൊരു 15-17 വർഷം മുമ്പുണ്ടായ കാര്യമാണത്. ഒരു സ്റ്റാർ അമ്മാമ്മയുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്റ്റാർ ഇന്നും വീട്ടിലുണ്ട്. ഈ കഴിഞ്ഞ ക്രിസ്മസിന് 2023 ഡിസംബർ ക്രിസ്മസിൽ ഞങ്ങൾ അത് തന്നെയാണ് മെയിൻ സ്റ്റാറായിട്ട് റീവർക്ക് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മാമ്മ. ഞാൻ വരുന്നു എന്നതിന് ആശംസകൾ നേരുന്നു. അമ്മാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്തേക്ക് പോകും. കൊയ്ത്തുകാലത്ത് വീട്ടുമുറ്റവും അകത്തളങ്ങളും എല്ലാം നെല്ലുകൊണ്ട് നിറയും. അമ്മാമ്മയ്ക്ക് കിച്ചൻ കുടുംബത്തിന്റെ ജന്മദിനാശംസകൾ നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ അമ്മാമ്മേ. ഹാപ്പി ബർത്ത്ഡേ മുത്തിമാമേ. ഹാപ്പി ബർത്ത്ഡേ മുത്തിമാമേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മാമ്മ. ഹാപ്പി ബർത്ത്ഡേ ടു യു അമ്മാമ്മേ. ഹാപ്പി ബർത്ത്ഡേ അമ്മാമ്മേ.
ഒരു 5 മണിക്കൊക്കെ പോയേക്കണേ. പെർഫോമൻസോടുകൂടെ നമ്മുടെ കലാപരിപാടികൾ അവസാനിക്കുകയാണ്. അപ്പം അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. Love me, Matthew? I do. Honestly? Yes. Secretly, but honestly. No more secrets. സന്തോഷപ്പിറന്നാൾ ആഘോഷപ്പിറന്നാൾ നിറമുള്ള സ്വപ്നങ്ങൾ പൂവണിയാൻ നല്ല നിറവോടെ ജീവിതം ആസ്വദിക്കാൻ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മയേകാൻ പുണ്യകർമ്മത്തിൽ ആനന്ദം കണ്ടിടുവാൻ ആയുസ്സും ആരോഗ്യ സമ്പൽ സമൃദ്ധിയും തന്നരുളിയിടട്ടെ സർവേശ്വരൻ. ആയുസ്സും ആരോഗ്യ സമ്പൽ സമൃദ്ധിയും തന്നരുളിയിടട്ടെ സർവേശ്വരൻ. സന്തോഷപ്പിറന്നാൾ ആഘോഷപ്പിറന്നാൾ അമ്പോറ്റിക്കുട്ടിക്ക് നാൾ പിറന്നാൾ. സന്തോഷപ്പിറന്നാൾ ആഘോഷപ്പിറന്നാൾ അമ്പോറ്റിക്കുട്ടിക്ക് നാൾ പിറന്നാൾ. ഈ അമ്പോറ്റിക്കുട്ടിക്ക് നാൾ പിറന്നാൾ. ഈ അമ്പോറ്റിക്കുട്ടിക്ക് നാൾ പിറന്നാൾ. Tu especie no estaba en ningún libro y tuve que curtirme para ver por dónde entrar. Es que tu cuerpo es un viaje sin destino, que aunque busques y busques no hay cómo llegar. En el centro de tu ombligo hay un castillo donde mato a tus dragones y te puedo rescatar. Las pupilas de tus ojos son espejos de los míos, que después de aquel incendio no pudieron verse más. Voy así, buscando una señal que diga, hey, amores por acá. La vida es un rato con amigos, tu sangre, 1000 sueños y un amor con quien luchar. Y ya no hay nada que detenga mi destino. Somos vientos que se cruzan y se vuelven huracán. Y voy así, buscando una señal que diga, hey, amores por acá. Y voy así, buscando una señal que diga, hey, amores por acá.